Coldplay concert now. Oh, my eye makeup. ഹലോ നാട്ടുകാരെ, വെൽക്കം ബാക്ക് ടു പാർട്ട് 2. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞൊരു ഇവന്റ് ഇല്ലേ, അത് കോൾപ്ലേ കോൺസേർട്ടാണ്. നമ്മൾ അതിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ലെറ്റ്സ് ഗോ. കോൾപ്ലേ ആരാന്ന് അറിയാത്ത ആൾക്കാർക്ക്, കോൾപ്ലേ ഒരു ബ്രിട്ടീഷ് മ്യൂസിക് ബാൻഡാണ്. അവരെൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആർട്ടിസ്റ്റാണ്. എനിക്ക് അവരെ എല്ലാ സോങ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വിചാരിച്ചിന് കോൾപ്ലേ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും അവരെ കോൺസേർട്ട് അറ്റൻഡ് ചെയ്യണം. ഞാൻ നാട്ടിലുണ്ടാകുമ്പോൾ ഇതുവരെ അവരെ കോൺസേർട്ട് ഉണ്ടായിട്ടില്ല. എന്നിട്ട് ഞാൻ കാനഡയിൽ വരുമ്പം അവർ നാട്ടിലേക്ക് വന്നു. അപ്പോൾ ആണ് അവർ കഴിഞ്ഞ വർഷം പറഞ്ഞ അവർ കാനഡയിലേക്ക് വരുന്നുണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, കണ്ണും പൂട്ടി അങ്ങ് ടിക്കറ്റ്സ് അങ്ങ് വാങ്ങി. ഈ കോൺസേർട്ട് നടക്കുന്നത് ടൊറോണ്ടോയിലത്തെ റോജർ സ്റ്റേഡിയം. ഈ സ്റ്റേഡിയം ആണെങ്കിൽ ഏതോ ഒരു കാട്ടിലാണ്. നമ്മളതിനോട് നേരത്തെ വന്നത്. നല്ല തിരക്കുണ്ട്. ഇതിപ്പോ സ്റ്റേഡിയം വലുതായോണ്ട് അങ്ങ് കാണാത്തതാണ്. അതിൻ്റെ അടുക്കണ്ട എനിക്കൊരു പിന്നും കിട്ടി, ഗ്ലാസസും കിട്ടി, റിസ്റ്റ് ബാൻഡും കിട്ടി. ഈ റിസ്റ്റ് ബാൻഡ് എനിക്ക് ലൈറ്റ് എത്തും, ഷോന്റെ അടുക്ക് യൂസ് ചെയ്യേണ്ടതാണ്. കുറെ ചുറ്റി നടന്നിട്ട് ലാസ്റ്റ് ഗേറ്റ് കണ്ടുപിടിച്ച്. ഇനിയിപ്പം നമ്മൾ സ്റ്റേഡിയത്തിന്റെ ഉള്ളിൽ കയറിക്കൊണ്ടിരിക്കുന്ന ലെറ്റ്സ് ഗോ. അതിനെ മേലെ കയറിയപ്പോ ഒരു വി മേഡ് ഇറ്റ് മൊമെന്റ്. അവർ അറ്റ് ലാസ്റ്റ് ഞാൻ കാണാൻ പോന്നു. കോൾപ്ലേന്റെ മുന്നേ 2 ഓപ്പണിംഗ് ആക്ട്സ് ഉണ്ടായിരുന്നു. അവര് നല്ലോണം ഉഷാറായി പെർഫോം ചെയ്തു. അതിന്റെ അടുക്കാന്ന് സണ്ണിന് വേറെ ഏതൊന്നും ദിവസം കിട്ടാത്ത പോലെ നമ്മളെല്ലാരും ചൂടെടുത്ത് ചത്തുപോയി. പക്ഷെ നമ്മൾ പ്രിപ്പയർഡ് ആയിരുന്നു. ട്രക്ക് ലോഡ് സൺസ്ക്രീനും മിനി ഫാനലായിട്ടാണ് നമ്മൾ വന്നത്. അങ്ങനെ നാട്ടുകാരെ, ലോങ് അവൈറ്റഡ് മൊമെന്റ്, കോൾപ്ലേ എത്തി. നമ്മളവരെ പാട്ടൊന്നും ഇടുന്നില്ല, വെറുതെ എന്തിനാ കോപ്പി റൈറ്റിൽ മഞ്ചു കിട്ടുന്നു. ഇപ്പൊ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടേ ഉള്ളൂ, പാവൻ ജീവിച്ചോട്ട്. നാട്ടുകാരെ, ക്യാൻ യു ബിലീവ് ഇറ്റ്, 1 വർഷം മുന്നേ നമ്മൾ ബുക്ക് ചെയ്ത ടിക്കറ്റ്സ്. നമ്മൾ 5 ആൾക്കാർക്ക് വേണ്ടിയിട്ട് ആദ്യം ടിക്കറ്റ് എടുത്തത്. പക്ഷെ 3 ആൾക്കാർ ഡ്രോപ്പ് ഔട്ട് ചെയ്തു. ഇപ്പൊ നമ്മൾ 2 ആളും, ഞാനും ക്യാമറമാനും. നമ്മൾ ഇതുവരെ ഇല്ലാത്ത അലാംസലം രാവിലെ വെച്ചിട്ടാണ് ടിക്കറ്റെല്ലാം ബുക്ക് ചെയ്തത്. അതിന്റെ കഷ്ടപ്പാടിന്റെ ഫ്രൂട്ടാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. നാട്ടുകാരെ, അങ്ങനെ ഫൈനലി ഇവന്റ് അങ്ങ് തുടങ്ങി. ഈ ഫുട്ടേജ് എല്ലാം കാണുന്നത് ക്യാമറമാനെ കൊണ്ടാണ്. ഞാൻ വെറുതെ അവിടെ നിൽക്കുവത്. ഈ നേരത്തെ കിട്ടിയ റിസ്റ്റ് ബാൻഡ് ഉണ്ടോ, അത് പാട്ടിനനുസരിച്ചിട്ട് ലൈറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇതെല്ലാം മുന്നേ നമ്മൾ റീൽസിൽ മാത്രം കാണല്. ഞാൻ കുറെ ഇങ്ങനെ റീൽസ് ഇതിന്റെ മാത്രം കുറെ കാണലുണ്ട്. ഇതിപ്പോ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അതൊരു വേറെ ഫീൽ തന്നെ. കോൺസേർട്ട് അടിപൊളിയല്ലേ. അത് തീർന്നതാണെങ്കിൽ ഒരു ഗംഭീര ഫയർ വർക്ക്സ്. ആ നേരത്തെ ഒരു ഗ്ലാസ്സസ് കാണിച്ചില്ലേ, അതിടുമ്പോ ഈ ഹാർട്സും അതെല്ലാം കാണാൻ പറ്റുന്നു. നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് തീരുമ്പം കുറച്ച് ലേറ്റായി. നമ്മളെനിക്ക് വേഗം മെട്രോ എല്ലാം കയറി ഫുഡെല്ലാം മണിച്ച് തിരിച്ചു വന്ന് വേഗം കടന്ന്. കാരണം നെക്സ്റ്റ് ഡേ നേരത്തെ എണീറ്റിട്ട് ഒരു ഗംഭീര സ്ഥലത്ത് പോകേണ്ടതാണ്. നാട്ടുകാരെ, ഇത് കണ്ട, ഇതാണ് ഗോ ട്രെയിൻ. നമ്മൾ ഇന്നത്തെ യാത്ര ഇതിലാണ്. ലെറ്റ്സ് ഗോ. ഇതാദ്യമായിട്ടാണ് നമ്മൾ ഇതിൽ വരുന്നത്. കണ്ട, ഇത് ഡബിൾ ഡെക്കർ ആണ്, ഡബിൾ ഡെക്കർ. ഭയങ്കര ക്ലീൻ ആൻഡ് നൈസ്. നമ്മൾ മേലെ തന്നെ ഇരിക്കാൻ വിചാരിച്ചു. മേലെ കയറി നല്ല വ്യൂസ് കിട്ടുന്ന പ്രതീക്ഷയിലാണ് നമ്മൾ അങ്ങ് കയറി പോകുന്നത്. ഇതാണ് എൻ്റെ ഫ്രണ്ട്. ഞാനിവനെ 5 വർഷം കഴിഞ്ഞിട്ടാണ് കാണുന്നത്. എൻ്റെ കൂടെ ബാച്ചിലേഴ്സ് പഠിക്കുമ്പോൾ ഉണ്ടായതാ. ഞാൻ റോൾ നമ്പർ 1 ആകുമ്പോൾ അവൻ റോൾ നമ്പർ 2 ആയിരുന്നു. അതിനോട് നമ്മൾ ഭയങ്കര ക്ലോസ് ബഡീസാണ്. ഇപ്പം അവൻ ഇവിടെ ടൊറോണ്ടോയിൽ പഠിക്കുന്നുണ്ട്, മാസ്റ്റേഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ അവനെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. കുറേ നാളെ നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നു, മീറ്റ് ചെയ്യണം എന്ന്. അറ്റ് ലാസ്റ്റ് കാനഡയിൽ തന്നെ മീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് രണ്ടാൾക്കും ഈ സ്ഥലത്ത് പോകണമെന്നുണ്ടായിരുന്നു, നമ്മളെ ലിസ്റ്റിലുള്ള സ്ഥലമാണ്. അപ്പം പിന്നെ നമ്മളൊന്നും ചിന്തിച്ചില്ല, ഇപ്രാവശ്യം ഇവിടെ തന്നെ പോകാമെന്ന് വിചാരിച്ചു. ട്രെയിനിൽ നിന്നിട്ട് നമ്മൾ മൊത്തം ക്യാച്ചപ്പ് ചെയ്യുന്നതാണ്. നമ്മളങ്ങനെ സ്ഥലമെത്തി. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന മെയിൻ സ്ഥലത്തേക്ക്. നാട്ടുകാർക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ ഇതെവിടെയാണ് സ്ഥലം എന്ന്? വെറുതെ ടൈറ്റിലൊക്കെ ഗസ് ചെയ്യൊന്നും വേണ്ട, അറിയാത്തവർ മാത്രം ഗസ് ചെയ്താൽ മതി. ഗസ്സിങ്ങിന് പ്രൈസ് ഒന്നുമില്ല കേട്ടോ. ആ കാണുന്നതാണ് റെയിൻബോ ബ്രിഡ്ജ്. US കാനഡയും കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണത്. ഇനിയിപ്പം ഗസ് ചെയ്യാൻ പറ്റുമോ എവിടെയാന്നുള്ളത്? യെസ്, നയാഗ്ര ഫോൾസ്. നമ്മൾ അവിടെയുള്ള നാട്ടുകാരെ, നമ്മൾ സഞ്ചാരത്തിലെല്ലാം കാണല്ലേ, അവിടെ. ആ കാണുന്നതാണ് നയാഗ്ര ഫോൾസിന്റെ US ഭാഗം. US വിസ ഉണ്ടെങ്കിൽ അവിടെ പോയി കാണാം. നമുക്ക് US വിസ ഇല്ല, അപ്പൊ നമുക്ക് ഇവിടെ നിന്നിട്ട് കാണാം. ഭാഗ്യത്തിന് നയാഗ്ര ഫോൾസിന്റെ മേജർ പോർഷൻ കാനഡ സൈഡല്ല, അപ്പം നമുക്ക് കാണാം. ലെറ്റ്സ് ഗോ. നമ്മളിത് കാണാൻ പോയ ദിവസം സാറ്റർഡേ ആയിരുന്നു. അതിനോട് നമ്മൾ വീക്കെൻഡ് പാസ് എടുത്തുകൊണ്ട് ജസ്റ്റ് $20 നമുക്ക് ഫുൾ ട്രാൻസ്പോർട്ടേഷൻ ടു ആൻഡ് ഫ്രോ നല്ല ഡീലിന് കിട്ടി. കാണുന്നതാണ് കനേഡിയൻ സൈഡ്. നമ്മളിപ്പോൾ അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അടുത്തെത്താറായി. അങ്ങനെ നീണ്ട TTC യാത്രയ്ക്ക് ശേഷം
നമ്മള് നയാഗ്ര ഫോൾസിലേക്ക് എത്തിയിട്ടുള്ള എന്റെ പേരെന്താണ്? ആ ടേബിൾ ടോപ്പ്. നമ്മളിപ്പം ടേബിൾ ടോപ്പിലാണ്. ടേബിൾ റോക്കാ. നമ്മളിവിടെ ടേബിൾ റോക്കിലാണ്. മോസ്റ്റ് ഓഫ് ദം ഇസ് ലൈക്ക് ദാറ്റ്. ഇതാണ് എന്താ പറയാ, ദ പ്രൈമറി സ്പോട്ട്. നമ്മൾ ആദ്യം പ്രൈമറി സ്പോട്ട് ടാക്കിൾ ചെയ്യാന്ന് വിചാരിച്ചു. എന്നിട്ട് ചെറിയ സ്പോട്ട്സ് നമുക്ക് പോയി കാണാം. ലെറ്റ്സ് ഗോ നാട്ടുകാരി, ലെറ്റ്സ് ഗോ, വി മേഡ് ഇറ്റ്, ലെറ്റ്സ് ഗോ. ഭയങ്കര ഭയങ്കര ചൂടാണ്. Yo. Damn. ഇന്ന് വെള്ളം ഇങ്ങോട്ട് ഒഴുകി വരുന്നുണ്ട്. കുഴപ്പമില്ല, നമുക്ക് ഇന്ററാക്ഷൻസ് എല്ലാം കാണാൻ പോവാ. ചേട്ടാ ഇതിന്റെ എന്നെ എടുത്തോണ്ട് നോക്കൂ, മൊത്തം വെള്ളമാണ്. ഇത് നാട്ടുകാരി കണ്ടോളൂ. ഇവിടെ മഴ പെയ്ത് താഴെ വെള്ളമാണ്. നാട്ടുകാരി അപ്പുറത്താണ് US, ഇപ്പുറത്താണ് കാനഡ, അപ്പുറത്താണ് US. കാണുന്നുണ്ടോ? അപ്പുറത്ത് US പോകാൻ ഭാഗ്യമില്ലെങ്കിലും US കണ്ടല്ലോ, അത് മതി. നാട്ടുകാർക്കും കാണുന്നുണ്ടോ? നമ്മള് നടന്ന് ഓരോരോ സാധനങ്ങള് നോക്കുന്നതാണിപ്പം. അതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ട് നോക്കൂ. സീഗൾസ് ആർ അറ്റാക്കിങ് ഹ്യൂമൻസ്. ഫുഡ് ഉള്ളോണ്ടോ തോന്നുന്നു എൻ്റെ അമ്മേ. നാട്ടുകാരെ ഇത് കണ്ടോ? ഒന്നും പറയാനില്ല, വാക്കുകളില്ല. അവിടെ കുറച്ച് ബോട്ട് റൈഡ്സ് ഉണ്ട്. ആ റെഡ് കളർ കാനഡയിൽ നിന്നുള്ള ആൾക്കാരും ബ്ലൂ US ആൾക്കാരും അവര് ഇത് കാണാൻ വേണ്ടി വരുന്നു. $80 ആയിട്ട്. പക്ഷെ നമ്മൾ പോകുന്നില്ല, വെരി എക്സ്പെൻസീവ്. ഇത് കണ്ടതോടെ തന്നെ തൃപ്തിയായി. കാണുന്നുണ്ടോ റെയിൻബോ? കുറച്ച് വീഡിയോസ് എടുക്കട്ടെ ഫാമിലിക്ക് അയച്ചു കൊടുക്കാൻ. ഇത് US സൈഡിന്റെ ക്രൂസ് ആണ്. അതാ ബ്ലൂ കളർ. ഇവര് യൂഷ്വലി എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഫോൾസിന്റെ അടുത്ത് വരെ കൊണ്ടുവരും, അടി വരെ. എന്നിട്ട് ഇങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ നിൽക്കും. നമുക്ക് എൻ്റെ അടുത്തുനിന്ന് കാണാൻ പറ്റും. എന്തൊരു ബ്രെത്ത് ടേക്കിംഗ് വ്യൂ ആണല്ലേ. കുറച്ചു നേരം ഇങ്ങനെ നിന്നുപോയി. ആ വരുന്നതാണ് കനേഡിയൻ ക്രൂസ്. US സൈഡിൽ ആ കാണുന്ന ഹോട്ട് എയർ ബലൂൺ അല്ലേ, അതിൽ കയറിയാൽ നമുക്ക് ആ ഫുൾ സ്കൈ ലൈൻ കാണാം. ഈ കനേഡിയൻ സൈഡിന് ഇക്വലന്റ് ഫെറിസ് വീലാണ്. അതാ നേരത്തെ പറഞ്ഞ റെയിൻബോ ബ്രിഡ്ജ്. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ടാണെന്നൊന്നും അറിയില്ല, ഭയങ്കര തിരക്ക്. മെയിൻലി ടൂറിസ്റ്റ്. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പ്ലാൻ ഇടായിരുന്നു, എവിടെ നിന്ന് ഫുഡ് അടിക്കണം, എങ്ങനെ അവിടെ പോയി ഫുഡ് അടിക്കും. നമ്മൾ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു കേരള റെസ്റ്റോറൻറ്റ് ഉണ്ട് ഇവിടെ അടുത്ത്, അവിടെ പോയി ഫുഡ് അടിക്കണം. പക്ഷെ എങ്ങനെ എത്തും എന്നാണ് ഡൗട്ട്. വന്ന ബസ്സൊന്നും എടുക്കാൻ പറ്റില്ല. തിരിച്ചു പോകുമ്പോൾ ഭയങ്കര ലേറ്റ് ആവും. നമുക്ക് രാത്രി തന്നെ മോൺട്രിയൽ തിരിച്ചു പോകേണ്ടതാണ്. അപ്പോൾ നമ്മൾ ടൊറോണ്ടോ ഫാഷനിൽ അങ്ങ് ഊബർ പിടിച്ച്. നമ്മൾ സമയമില്ലാത്തതുകൊണ്ടും കേരള ഫുഡ് ഇത്ര നാൾ കാണാത്തതിൻ്റെ ഒരു ആക്രാന്തം കൊണ്ട് നമ്മൾ ആരും വീഡിയോ എടുത്തിട്ടുണ്ടായിട്ടില്ല. നമ്മളൊരു കേരള ബുഫേ റെസ്റ്റോറൻറ്റിലാണ് പോയത്. ഫുഡാണെങ്കിൽ അടിപൊളി. നമ്മൾ സമയത്തിന് തിരിച്ച് ട്രെയിൻ എടുത്തിട്ട് ടൊറോണ്ടോയിലെത്തി. ഇനിയിപ്പം നമ്മൾ ബസ്സിന് വെയിറ്റ് ചെയ്യുന്ന മോൺട്രിയൽ തിരിച്ചു പോകാൻ. അപ്പോൾ ഇനി വയ്യ കാണും വരെ ബൈ ബൈ നാട്ടുകാരെ. ലവ് യു. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മറക്കല്ലേ. ബൈ.